ഹലോ, അപ്പോൾ എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ചൈനീസ് സ്റ്റൈലിൽ ചിക്കൻ മാഗി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ മാഗി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചിങ്സ് ചൈനീസിൻ്റെ ഹോട്ട് ഗാർലിക് ഇൻസ്റ്റൻറ്റ് മാഗി നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഈ മാഗി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു വലിയ പാത്രത്തിലോട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചു. വെള്ളം നല്ലപോലെ ചൂടായി വന്നാൽ 1 ടീസ്പൂൺ എണ്ണ നമ്മുടെ മാഗി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. നമുക്ക് നൂഡിൽസ് ഇടാം, എന്നിട്ട് പാകത്തിന് വേവിച്ചെടുക്കാം. നൂഡിൽസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉപ്പും വിനെഗറിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ നൂഡിൽസും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്തു. പാടങ്ങ് വെന്ത് കുഴയാണ്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളയാം. എന്നിട്ട് ഉടനെ തന്നെ പച്ചവെള്ളം ഒഴിച്ച് ആ വെള്ളം ഊറ്റിക്കളയണം. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഏകദേശം 1 കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതും, കൂടെ 2 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും, കൂടെ 10-12 ബീൻസ് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലൊരു ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ഉണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ 1 മണിക്കൂറായി. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കണം ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എല്ലാത്തിനും ഒന്ന് വറുത്തെടുക്കാം. ഇതേപോലെ നല്ലപോലെ വറുത്തെടുക്കാം. ഒരു ഡീപ്പ് ഫ്രൈ ചെയ്ത് വറുത്തെടുക്കണ്ട, ഇതേപോലെ കുറച്ച് സോഫ്റ്റായിട്ട് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിതിനെ കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് മാഗി ഉണ്ടാക്കാം. ഇതിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇവിടങ്ങ് വഴറ്റിയെടുക്കണ്ട, ലൈറ്റായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിനെ അടച്ച് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേവിക്കുന്നുണ്ട്. ഒരുപാട് നേരം വേണ്ട, ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്കിതിനെ നല്ലപോലെ ഇളക്കാം. ഇളക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കമും ക്യാബേജും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് നല്ലപോലെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മാഗി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മാഗി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 2 തവി എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി നമ്മുടെ വേവിച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസും, കൂടെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് മിക്സായി കിട്ടാൻ 2 തവി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ മാഗി നൂഡിൽസ് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.